രാഹുലെ, ധർമ്മടം കണ്ണൂരിലെ ഒരു സുപ്രധാന മണ്ഡലം. അവിടെ മത്സരിക്കുന്നത് UDF അബ്ദുൾ റഷീദ്, LDF വേണ്ടി പിണറായി വിജയൻ, BJP വേണ്ടി കെ രഞ്ജിത്ത് എന്നിവർ മത്സരിക്കുന്ന ധർമ്മടത്തിന്റെ ഇത്തവണത്തെ കാറ്റ് എങ്ങനെയാവും? ഇത്തവണത്തെ കാറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധർമ്മടം മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CCTV ദൃശ്യമുണ്ടായിരുന്നു. ഒരു പയ്യൻ ധർമ്മടത്തെ UDF ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നൊരു ദൃശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ അബ്ദുൾ റഷീദിനെ തടഞ്ഞു നിർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കാൻ വരുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടാണ്. ഏത് പാലക്കാട് രമേശ് പിഷാരടി പോയപ്പോൾ തടഞ്ഞതിനെ വിമർശിച്ച CPM മണ്ഡലത്തിൽ പിണറായി വിജയൻ തന്നെ വിമർശിച്ച ആ ധർമ്മടത്ത് അവിടെയാണ് ഈ വിഷയവും നടന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. സ്വാഭാവികമായിട്ടും ധർമ്മടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ട തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ അവിടെ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 2021 കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പെരിയ ഇരട്ടക്കൊലപാതകമൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ആ പെരിയ ഇരട്ടക്കൊലപാതകം സംഭവിച്ച അമ്മയെ മത്സരത്തിന് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി C രഘുനാഥനായിരുന്നു UDF സ്ഥാനാർത്ഥി. പക്ഷേ 45,399 വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത്. സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വോട്ട് എന്ന് പറയുന്നത് 95,522 വോട്ടുകളാണ്. എല്ലാവരും പറയുന്നത് ഈ കൊല്ലം 1 ലക്ഷം അടിക്കും, 1 ലക്ഷത്തിലേക്കാണ് പിണറായി വിജയന്റെ പോക്ക് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അയാളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം എന്തായിരുന്നു, പിണറായി വിജയൻ ധർമ്മടത്ത് വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളൊക്കെ ധർമ്മടത്ത് പോയി നിന്ന് അവിടുത്തെ വാർത്ത പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് മറ്റൊരു വിഷയമുണ്ട്. അവിടെ ഉത്തമനായിട്ടുള്ളൊരു എതിരാളി വന്നിട്ടുണ്ട്, അബ്ദുൾ റഷീദ് VP. ഇനി പിണറായി വിജയന് കളി അത്ര നിസ്സാരമൊന്നുമല്ല. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ഇന്നു തൊട്ട് മണ്ഡലത്തിൽ സജീവമാകാൻ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ കളം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ട് അബ്ദുൾ റഷീദ് VP ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റമാണ്. അല്ലെങ്കിൽ പ്രചരണത്തിൽ തന്നെ ഇതുവരെ നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്ന് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്കാണ്. അബ്ദുൾ റഷീദ് VPയുടെ ചരിത്രം പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനു മുമ്പിട്ട് മത്സരിച്ച തളിപ്പറമ്പിലാണ് നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ഭാര്യ മത്സരിക്കുന്നു, പാർട്ടി മൊത്തത്തിൽ അടിപിടിയാവുന്നു, കലഹിക്കുന്നു. നമ്മുടെ TK ഗോവിന്ദൻ പാർട്ടി വിട്ടു പോകുന്നു. അവസാനം അദ്ദേഹം UDF മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അബ്ദുൾ റഷീദ് VP അദ്ദേഹത്തിനെ ധർമ്മടത്തേക്ക് അയക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ മത്സരിച്ചത് MV ഗോവിന്ദനായിരുന്നു. ആ MV ഗോവിന്ദനെ വലിയ രീതിയിൽ, അതായത് ബാക്കിയുള്ളിടത്തെല്ലാം 40,000 50,000 ഭൂരിപക്ഷത്തിൽ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ വേണ്ടിയിട്ട്, മുഴുവൻ പാർട്ടി പ്രവർത്തകരെ ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പ്രചരണം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ റഷീദ് VPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മടം പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ അവിടുത്തെ പൾസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല്, ഞാനൊന്ന് ഇടയ്ക്ക് കയറുവാണ്, ഈ പറയുന്ന തളിപ്പറമ്പല്ല ധർമ്മടം എന്നുള്ളതും MV ഗോവിന്ദൻ അല്ല പിണറായി വിജയൻ എന്നുള്ളതും കൂടെ ചിന്തിക്കണം. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കേരള ഘടകത്തിന് പിണറായി വിജയൻ എന്ന് പറയുന്നത് MV ഗോവിന്ദനേക്കാൾ വലിയൊരു വികാരമാണ്. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു വികാരമാണെന്നിരിക്കും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുള്ള പാർട്ടി LDF ആണ്. LDF ആരോടാണ് ഭരണവിരുദ്ധ വികാരം? പിണറായി വിജയനോടാണ്. ഏറ്റവും പിണറായി വിരുദ്ധതയാണോ കൂടുതലുള്ളത്, ഭരണവിരുദ്ധ വികാരതയാണോ കൂടുതൽ? പിണറായി വിരുദ്ധതയുണ്ട്. പിണറായി വിരുദ്ധതയുള്ളപ്പോൾ അത് ഈ പറയുന്ന ധർമ്മടത്തേക്ക് വീശുന്നില്ല, അല്ലെങ്കിൽ കണ്ണൂരെ കാറ്റിലേക്ക് വീശുന്നില്ല. ബാക്കിയുള്ള 13 ജില്ലകളിലുണ്ടെങ്കിലും കണ്ണൂർ പയ്യന്നൂർ ആരാ മത്സരിക്കുന്നത്? അതെ, പയ്യന്നൂർ. തളിപ്പറമ്പിൽ ആരാ മത്സരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഈ പറയുന്ന പയ്യന്നൂരും ഈ പറയുന്ന തളിപ്പറമ്പിലും മത്സരിക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ പിണറായി വിരുദ്ധത അല്ല ഉണ്ടാകുന്നത്, പാർട്ടി വിരുദ്ധതയാണുള്ളത്. ശരി, പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ എല്ലാം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുണ്ടായിരുന്നു അവിടെ LDFന്? അവിടെ കണ്ണൂര് നമുക്കറിയാം, സുധാകരനാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. ധർമ്മടത്ത് നിന്ന് എത്ര വോട്ടിന്റെ കുറവ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്? വെറും 3000 വോട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന്. അപ്പോൾ 3000 വോട്ട് മറികടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഈ കാലഘട്ടം, അതായത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഈ കാലഘട്ടം കൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ മാറി. സ്വാഭാവികമായിട്ടും അവിടെ കണ്ണൂര് വലിയ രീതിയിൽ പിണറായി വിരുദ്ധതയുണ്ടെന്ന് പിണറായി വിജയന് തന്നെ കൃത്യമായിട്ട് അറിയാം. ധർമ്മടത്തുണ്ട് പാർട്ടിക്കുള്ളിൽ.
ഇത്രയും നാളും വായ അടച്ചിവിടെ പിണറായി വിജയൻ എന്ന ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ മാറ്റി പറഞ്ഞു. രാഹുൽ, ഈ പറയുന്ന ധർമ്മടത്ത് പിണറായി വിജയൻ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിന്റെ പരാജയമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് VP അബ്ദുൾ റഷീദ് VP പറഞ്ഞതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് പിണറായിയിലെ പാറപ്പുറത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകാൻ പോകുന്നതും ഈ പിണറായി വിജയൻ കാരണമാണ്. പിണറായിയിലെ പാറപ്പുറത്ത് തന്നെ പിണറായി വിജയൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളികൾ കേൾക്കുവാൻ വളരെ രസമുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയുടെ ചെറിയ മണിക്കല്ലുകൾ ഇളക്കുവാനായിട്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ പുലിക്കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു ധൈര്യത്തിൽ ധൈര്യത്തിൽ കോട്ട കൊത്തളങ്ങളുടെ വലിയ ആനവാതിലുകളെ ചവിട്ടി തുറന്ന് ചെല്ലാമെന്ന് വ്യാമോഹിക്കുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ചെറുപ്പക്കാരുടെ ഇത്രയ്ക്ക് ചുറുചുറുക്കോടെ നിൽക്കുന്ന ഇത്ര ശക്തമായിട്ടുള്ള ചെറുപ്പക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിണറായിൽ അതായത് ധർമ്മടത്ത് എന്തെല്ലാം തരത്തിലുള്ള വികസനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും കൊല്ലത്ത്? അവിടെ അബ്ദുൾ റഷീദ് VP പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നുണ്ട് പരസ്യമായിട്ട്. ഇത്രയും കൊല്ലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി, താരതമ്യമല്ല വെല്ലുവിളിച്ചുകൊണ്ട്. പാർട്ടി ഗ്രാമമാണ്, എന്ത് വികസനമാണ് നടന്നത് അവിടെ? 2-3 പാലങ്ങളോ റോഡുകളോ അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? അവിടെ കൊണ്ടുവന്ന പദ്ധതിയൊക്കെ പൂട്ടിക്കെട്ടി കാട് പിടിച്ച് കിടപ്പുണ്ട്. എന്താണെങ്കിലും രാഹുലെ, നമുക്ക് കാത്തിരുന്ന് കാണാമെന്നൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ രീതിയിൽ, അതായത് 95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ ഒരു പുലിക്കുട്ടി ഇറങ്ങി വോട്ട് പിടിച്ചു മാറ്റി അത് 50,000-ൽ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാലും 10,000-ൽ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയാലും അത് വലിയൊരു വിജയം തന്നെയായിരിക്കും. അത് ഞാൻ കൃത്യമായി പറയുകയാണ്. അബ്ദുൾ റഷീദ് VPക്ക് അതിന് കഴിയുന്നുണ്ടെങ്കിൽ നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിക്കാനായിരിക്കും അയാൾ. തീർച്ചയായും അതൊരു ചരിത്രം തന്നെയായിരിക്കും. കാരണം പിണറായി വിജയനെ പോലെ ഒരു അധികായൻ, ഈ പറയുന്ന അബ്ദുൾ രാഷ്ട്രീയമാണ്, അത്ഭുതങ്ങൾ സംഭവിക്കും. അബ്ദുൾ റഷീദ് VPയെ പോലെ ഒരു പുലിക്കുട്ടിയുടെ മുന്നിൽ ഈ പറയുന്ന പിണറായി വിജയനെ പോലെ ഒരു യാഘോഷം കിതച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ വീണുപോയെങ്കിൽ അതൊരു ചരിത്രം തന്നെയാണ്. ധർമ്മടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്രയും വലിയ കോട്ടയാണ് എന്ന് പറയുമ്പോഴും അത്ര വലിയ കോട്ടയല്ല എന്നാണ് അവിടുത്തെ കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പിണറായിൽ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പിണറായി വിരുദ്ധതയാണ് നിലനിൽക്കുന്നെങ്കിൽ അതേ പിണറായി വിരുദ്ധത ധർമ്മടത്തും ഉണ്ടായിരിക്കും. ആ ധർമ്മടത്തെ ജനങ്ങളുടെ ഉള്ളിൽ അതുണ്ടായിരിക്കാം. ഇനി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാലും ധർമ്മടത്ത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്താണ് കൊണ്ടുവന്നത്, എന്ത് പദ്ധതിയാണ് നടപ്പാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന സർക്കാരാണ്, സംവിധാനങ്ങളാണ്, മുഖ്യമന്ത്രിയാണ് ധർമ്മടത്തുള്ളത്.